ഒരു ചിത്രം കാണാൻ വേണ്ടി എത്ര വലിയ ആകാംക്ഷയുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ അത് എമ്പുരാനിലേക്ക് നോക്കിയാൽ മാത്രം മതി. ഒരു 100 ദിവസം ആയപ്പോൾ തന്നെ പ്രേക്ഷകർ അവിടെ വെച്ച് തന്നെ കൗണ്ട് ഡൗൺ തുടങ്ങിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ ഇനി എമ്പുരാന് വരാൻ വേണ്ടി 50 ദിവസങ്ങൾ ബാക്കി നിൽക്കെ അണിയറ പ്രവർത്തകരും ഫാൻസുകാരൊപ്പം കൂടിയിട്ടുണ്ട്. ആരാധകർ ഓരോ ദിവസവും എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ എമ്പുരാൻ എന്ന മോഹൻലാൽ ചിത്രം വരാൻ വേണ്ടി ഇത്ര ദിവസം എന്നത്. അപ്പോഴിതാ കഴിഞ്ഞ ദിവസം 50 ദിവസം കൂടെ ബാക്കിയുണ്ട് എന്നറിയുമ്പോൾ അണിയറ പ്രവർത്തകർ തന്നെ ഒരു പോസ്റ്റർ ഇറക്കി അവരെ ഞെട്ടിപ്പിച്ചു. ഇനി വെറും 50 ദിവസം. ലൂസിഫറിന്റെ 50 ദിവസത്തിന്റെ കാത്തിരിപ്പിന്റെ പോസ്റ്റർ ഇറക്കുമ്പോൾ ലൈക്കയും ആശീർവാദും എല്ലാവരും ചേർന്നാണ് അത് കൊണ്ടുവന്നത്. സോഷ്യൽ മീഡിയയിൽ എങ്ങും തരംഗമാണ്. ആരാധകർക്കിടയിലും പ്രേക്ഷകർക്കിടയിലും എമ്പുരാന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് അണിയറ പ്രവർത്തകർ. ഭരണാധികാരികൾ മാറിയേക്കാം, പക്ഷേ ഇതിഹാസങ്ങൾ എന്നേക്കുമായി നിലനിൽക്കും. 50 ദിവസത്തിനുള്ളിൽ എമ്പുരാൻ വരവിന് ഒരുങ്ങിയിരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണ് അണിയറക്കാർ പോലും സോഷ്യൽ മീഡിയയിൽ എത്തിയത്. ഹാഷ്ടാഗ് പോലും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. എമ്പുരാനിൽ എല്ലാവർക്കും വിശ്വാസം ഒരേ ഒരു പൃഥ്വിരാജിൽ മാത്രമാണ്. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗമായ എമ്പുരാൻ തിയേറ്ററിലേക്ക് എത്തുകയാണ്. മാർച്ച് 27-നാണ് ചിത്രത്തിന്റെ റിലീസ് തീരുമാനിച്ചിരിക്കുന്നത്. വമ്പൻ താരനിര അണിനിരന്ന എമ്പുരാന്റെ ടീസർ റിലീസും വലിയ ചർച്ചയായിരുന്നു. പിന്നാലെ സിനിമയെക്കുറിച്ചും അതിലെ താരങ്ങളെക്കുറിച്ചും ക്യാമിയോയെക്കുറിച്ചുമെല്ലാം പല അഭ്യൂഹങ്ങളും പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഒരു ഹിന്ദി ചാനലിന് വേണ്ടിയുള്ള അഭിമുഖത്തിൽ ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ പൃഥ്വിരാജ്. ടീസർ കണ്ടിട്ടുള്ള ആളുകളുടെ പ്രതീക്ഷയെല്ലാം മാർച്ച് 27-ാം തീയതി സഫലമാകട്ടെ എന്നാണ് പൃഥ്വി പറഞ്ഞത്. 2019 ലൂസിഫർ ഇറങ്ങിയ ശേഷം 2ാം ഭാഗത്തിന് 6 വർഷത്തോളം സമയമെടുത്തതിന് പിന്നിൽ കോവിഡ് മഹാമാരിയാണെന്നും അദ്ദേഹം പറഞ്ഞു. എമ്പുരാൻ താൻ സംവിധാനം ചെയ്യേണ്ടിയിരുന്ന 2ാമത്തെ ചിത്രമായിരുന്നു. 2020-ന്റെ തുടക്കത്തിൽ ചിത്രീകരണം തുടങ്ങേണ്ടതായിരുന്നു. പിന്നെയാണ് കോവിഡ് വരികയും തങ്ങളുടെ പദ്ധതികളെല്ലാം തകിടം മറിയുന്നതെന്നും പൃഥ്വി വ്യക്തമാക്കി. 2019 ലൂസിഫർ ഹിന്ദിയിൽ റീമേക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ലെന്നും എന്നാൽ കഴിഞ്ഞ 5-6 വർഷത്തിനിടെ സിനിമാ വ്യവസായത്തിൽ സംഭവിച്ച മാറ്റമാണിപ്പോൾ എമ്പുരാൻ 5 ഭാഷകളിൽ എടുക്കാൻ കാരണമായതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 200 കോടി ക്ലബിൽ കയറിയ ആദ്യ മലയാള ചിത്രമാണോ ലൂസിഫർ എന്ന അവതാരകയുടെ ചോദ്യത്തിന് തനിക്കറിയില്ല എന്നായിരുന്നു പൃഥ്വിയുടെ മറുപടി. ചിത്രം ഒരു വലിയ ഹിറ്റ് ആയിരുന്നു എന്നറിയാമെന്ന് മാത്രമാണ് താരം കൂട്ടിച്ചേർത്തത്. അതേസമയം ഡയറക്റ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള നടൻ മോഹൻലാലാണെന്നും പൃഥ്വി ചൂണ്ടിക്കാട്ടി. ഞാൻ 3 സിനിമകൾ സംവിധാനം ചെയ്തു. അതിലെ എനിക്ക് ഏറ്റവും കംഫർട്ടായിരുന്ന നടൻ മോഹൻലാലാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാം. മാത്രമല്ല നമ്മുടെ അടുത്ത് കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചറിഞ്ഞ് ചെയ്യുകയും ചെയ്യും. ഞാൻ സംവിധാനം ചെയ്ത സിനിമകളിലെ താരങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ ഡയറക്റ്റ് ചെയ്യാൻ സാധിച്ചത് അദ്ദേഹത്തെയാണെന്നും പൃഥ്വി പറയുകയുണ്ടായി. അതേസമയം ലൂസിഫർ ഹിന്ദിയിൽ സംവിധാനം ചെയ്യുകയാണെങ്കിൽ അതിൽ മോഹൻലാലിന് പകരം ആരെയാകും നായകനാക്കുക എന്ന ചോദ്യത്തിന് ഷാറുഖ് ഖാൻ എന്നായിരുന്നു പൃഥ്വിയുടെ ഉടനടിയുള്ള മറുപടി. ഹിന്ദിയിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ അമിതാഭ് ബച്ചൻ ആണെന്നും പൃഥ്വി പറഞ്ഞു. മറ്റൊരിടത്ത് ബോക്സ് ഓഫീസിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം തല എത്തുകയാണ്. അജിത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം ഇന്ന് റിലീസാകുകയാണ്, വിടാമുയർച്ചി. അജിത് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് വിടാമുയർച്ചി. വലിയ ക്യാൻവാസിൽ ഒരു ആക്ഷൻ സിനിമയായി ഒരുങ്ങുന്ന വിടാമുയർച്ചി സംവിധാനം ചെയ്യുന്നത് മഗിഴ് തിരുമേനിയാണ്. ഇന്ന് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നുണ്ട്. വമ്പൻ ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ലഭിച്ചത് എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. ഇതിനോടകം തമിഴ്നാട്ടിൽ നിന്നും 12.53 കോടി അഡ്വാൻസ് ബുക്കിംഗിൽ നിന്നും മാത്രം നേടിയെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ പറഞ്ഞത്. നേരത്തെ നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും പ്രീമിയർ ഷോയിലൂടെ ചിത്രം 2.11 കോടി നേടിയിരുന്നു. 5612 ഷോകളിൽ നിന്നും ചിത്രം 4 ലക്ഷം ടിക്കറ്റുകൾ വരെ ഇതുവരെ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിത്രം ആദ്യ ദിനം 15-17 കോടി വരെ നേടുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്കുകൂട്ടൽ. അങ്ങനെയെങ്കിൽ തമിഴിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആകും വിടാമുയർച്ചി. കേരളത്തിൽ ഭേദപ്പെട്ട അഡ്വാൻസ് ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. കേരളത്തിൽ ചിത്രത്തിന്റെ ബുക്കിംഗ് 50 ലക്ഷത്തോട് അടുക്കുന്നു എന്നാണ് ട്രാക്കേഴ്സ് പുറത്തുവിട്ട കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട്. തിയേറ്ററിന് മുന്നിലുള്ള കഴിഞ്ഞ ദിവസത്തെ ആഘോഷമൊക്കെ ഗംഭീരമായിരുന്നു ആരാധകരുടേത്. രാവിലെ 7 മണി മുതലാണ് കേരളത്തിലെ സിനിമകളുടെ പ്രദർശനം ആരംഭിക്കുക. തമിഴ്നാട്ടിൽ 9 മണി മുതലാണ് ആദ്യ ഷോ ചാർട്ട് ചെയ്തിരിക്കുന്നത്. മങ്കാത്ത എന്ന ബ്ലോക്ക് ബാസ്റ്റർ ചിത്രത്തിന് ശേഷം അജിത്, അർജുൻ, തൃഷ കൂട്ടുകെട്ട് വീണ്ടും വെള്ളിത്തിരയിൽ ഒന്നിക്കുന്നു എന്നതാണ് വിടാമുയർച്ചിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മഗിഴ് തിരുമേനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ആരവ്, റെജീന കസാൻഡ്ര, നിഖിൽ എന്നിവരും സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. തമിഴിലെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. ലൈക്കയുടെ ബാനർ എമ്പുരാനിലും ഉണ്ടല്ലോ. അങ്ങനെ ചില പ്രത്യേകതകൾ, കണക്ഷനും ഒക്കെ ഈ ചിത്രത്തിനുണ്ട്.